നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ നാശം കാണണം, അതാ ഇവളുടെയൊക്കെ മനസ്സിൽ. അതുകൊണ്ടാ പറഞ്ഞിട്ടൊന്നും അനുസരിക്കാത്തത്. അമ്മയുടെ വളകള് എനിക്കറിയില്ലായിരുന്നു. ഒന്നും പറയണ്ട. പൊക്കോളിന് എന്റെ മുമ്പിൽ നിന്ന് പോകാൻ. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? രമ്യ കണ്ടല്ലോ എന്നെ എന്തുമാത്രം എന്റെ വീട്ടുകാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇവരാണ് എന്റെ ലോകം. ഞാനെന്നൊരാളെ ചുറ്റിപ്പറ്റിയാ ഇവര് ജീവിക്കുന്നത്. എനിക്കിവരെ നിരാശപ്പെടുത്താൻ പറ്റില്ല ഒരിക്കലും. അതുപോലെ രമ്യയ്ക്ക് ഒരു കുടുംബമുണ്ട്. രമ്യ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ജീവിക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ രണ്ട് കുടുംബങ്ങളും ഒന്നാവേണ്ടതല്ലേ? രമ്യ ഈ വീട്ടിലേക്ക് വരേണ്ട കുട്ടിയല്ലേ? ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരാരുടെ വീട്ടിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് അവരവരുടെ തലവരെയാ. അതൊന്നും മാറ്റി വരയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് മേലാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ കഴിക്കാൻ പോവാ. വ്രതം അവസാനിപ്പിച്ച് നീയും ചെന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക. എനിക്ക് വേണ്ടി ആരും പട്ടിണി കിടക്കുന്നത് ശരിയല്ല. എനിക്കത് താല്പര്യമില്ല. മോനെ, ഒരുപാട് ആലോചിച്ചിട്ടാ ഞാൻ ഈ കോൾ ചെയ്യുന്നത്. ഇനിയും നമ്മൾ മിണ്ടാതിരുന്ന ആ രാജു കേറി മന്ത്രിയാകും. നീ അവതരിക്കേണ്ട സമയമായി ദീപക്കെ. ഇനി നീ ഇവിടെ ഉണ്ടായിരിക്കണം. പുറപ്പെട്, എത്രയും വേഗം പുറപ്പെട്. നിനക്ക് വേണ്ടി ഞാനും ഈ കോവിലകവും കാത്തിരിക്കുക. എന്നെ വെറുക്കല്ലേ. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അച്ഛനെ. അച്ഛ, എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് വരണമെന്നും ആശ്വസിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയണമെന്നുണ്ട്. ചെയ്യാത്തത് പേടിച്ചിട്ട്, അച്ഛൻ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട്. യാമിനി ചേച്ചി, കുറച്ച് വെള്ളം. നിക്ക് നിക്ക്. വെള്ളം. എന്താ എന്താ ഇവിടെ ഒരു ഒച്ച കേട്ടത്? ആരാ ആരാ ഇത് പൊട്ടിച്ചത്? അച്ഛൻ. നോക്ക്, നോക്ക കയ്യിലേക്ക്. അതേ വളകള്.
എന്താണോ ഞാൻ മറക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക അവള്. പത്മാവതിയുടെ വളകൾ എടുത്ത് ഇട്ടപ്പോഴേ ഞാൻ കരുതിയതാ നിനക്കത് ഇഷ്ടാവില്ലാന്ന്. ഇടണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. ആരനുസരിക്കാൻ? സ്വന്തം അമ്മയുടെ വളകൾ ഇടണ്ടാന്ന് ഇവളോട് പറഞ്ഞ ഇവളത് കേക്കോ? ഞാൻ വെറും അമ്മായിയല്ലേ? എന്റെ നാശം കാണണം, അതാ ഇവളുടെയൊക്കെ മനസ്സിൽ. അതുകൊണ്ടാ പറഞ്ഞിട്ടൊന്നും അനുസരിക്കാത്തത്. അമ്മയുടെ വളകള് എനിക്കറിയില്ലായിരുന്നു. ഒന്നും പറയണ്ട. പൊക്കോളിന് എന്റെ മുമ്പിൽ നിന്ന് അച്ഛൻ പോകാൻ. ഈശ്വരന്മാർ എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണല്ലോ ചേച്ചി. ചേച്ചിക്ക് അറിയാമല്ലോ ഒരു കാലത്ത് എന്തുമാത്രം പത്മാവതിയെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന്. എന്റെ എല്ലാം ഞാൻ അവൾക്ക് കൊടുത്തു. എന്റെ അച്ഛൻ മരിച്ചപ്പോ പത്മാവതി എന്റെ കൂടെ ഉണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷെ അവള് ചെയ്തതോ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എല്ലാം മറക്കാൻ ശ്രമിക്കായിരുന്നു ഞാൻ. അപ്പോഴാ ഇവള് മനഃപൂർവ്വ ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നെ നോവിക്കണം, അതാ അവളുടെ മനസ്സിൽ. പോട്ടെ, സാരില്ല. ഇനി നീ അതൊന്നും ഓർക്കണ്ട. എങ്ങനെ ഓർക്കാതിരിക്കും ഞാൻ? അവള് ഓരോ നിമിഷവും ചെയ്തു വെക്കുന്നത് ചേച്ചി കാണുന്നില്ലേ? പത്മാവതി ഇവിടുന്ന് പോയിട്ടില്ല. എന്റെ മോളുടെ രൂപത്തില് അവൾ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ പട്ടട കാണണം, എങ്കിലേ അവൾക്കൊക്കെ സമാധാനമാവും. അതിനു വേണ്ടിയാ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത്. നീ വിഷമിക്കാതെ, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ഇനി ഒരു തകർച്ച അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് ഉറപ്പുവരുത്താൻ എനിക്കറിയാം. ചേച്ചി എന്നു മുതൽ തുടങ്ങി ഈ പ്രാർത്ഥനയൊക്കെ? ഇങ്ങനെയൊന്നും പതിവില്ലായിരുന്നല്ലോ. വഴിപാടാപ്പു. അച്ഛന് അപകടം പറ്റിയെന്നറിഞ്ഞപ്പോ നേർന്നതാ. എന്റെ പ്രാർത്ഥന കൊണ്ടാ അച്ഛന് വേറൊന്നും പറ്റാതിരുന്നത്. ഇവിടെ മാത്രമല്ല, ഒരുപാട് അമ്പലങ്ങളില് പ്രത്യേകം വഴിപാട് ഞാൻ നേർന്നിട്ടുണ്ട്. അതൊക്കെ വഴിയെ ചെയ്യണം. പ്രാർത്ഥിക്കുമ്പോ നിനക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കും മോളെ. നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേ. അങ്ങനെ ഒരാള് വന്നാലേ ഇനി നിനക്ക് രക്ഷയുള്ളൂ. നിനക്ക് ചുറ്റും കുറെ ദുഷ്ടശക്തികളാണ് നിനക്ക് ചുറ്റും ഇപ്പോ. അതൊന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ലൊരാള് നിന്റെ ജീവിതത്തിലേക്ക് വരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.